ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാനൊരു CFD സ്പേസിൽ ഒരു പ്രോഫേമിന്റെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അത് ഞാൻ ഏത് അക്കൗണ്ടാണ് ഇന്ന് സെലക്ട് ചെയ്യുന്നത്, അതിനകത്ത് ഏത് ഫേസ് ആണ്, ഇൻസ്റ്റന്റ് അക്കൗണ്ട് ആണോ, 1 സ്റ്റെപ്പ് ആണോ, 2 സ്റ്റെപ്പ് ആണോ, ഏത് ചലഞ്ചാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അത് ഞാൻ ലൈവായിട്ട് അതൊരു അക്കൗണ്ട് ബൈ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ സെറ്റപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ട്രേഡ് വേണമെങ്കിലും എടുക്കാം. ഞാൻ യൂഷ്വലി ഇപ്പം നമ്മുടെ ഡെൽറ്റയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെൽറ്റയിൽ ആക്ച്വലി ഞാൻ നമ്മുടെ നോർമൽ ട്രേഡ്സ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് തുടങ്ങിയപ്പോൾ അതൊരു പുതിയ ഇൻഡൈസസ് ആണല്ലോ. നമ്മളെ സംബന്ധിച്ച് ഗോൾഡ് ഇന്ത്യയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുള്ളൂ, ഒരു ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അതിനകത്ത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഡെൽറ്റയിൽ ഞാൻ ട്രയൽ ട്രേഡ്സ് എടുത്തു പോയിട്ടുണ്ട്, നമ്മുടെ ടീം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിന്ന് ഇവിടെ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടഡ് റൂം എന്ന് പറയുന്ന ഒരു CFD സ്പേസിലുള്ള ഒരു ഫണ്ട് അക്കൗണ്ടാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ട്രൈ ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ കമ്പയർ ചെയ്തപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ ഫസ്റ്റ് ഫണ്ട് അക്കൗണ്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് ഫണ്ട് അക്കൗണ്ട് ട്രേഡ് ചെയ്യാൻ വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു ഫ്രീഡം നഷ്ടപ്പെടുന്ന പോലെ എനിക്കൊരു ഫീൽ. പക്ഷെ ഈ പല ഫണ്ട് അക്കൗണ്ട്സ് കമ്പയർ ചെയ്തപ്പം ഇതൊരു ബെറ്റർ ഫണ്ട് അക്കൗണ്ട് എന്നാണ് എനിക്ക് തോന്നി. പിന്നെ ഇതൊരു ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ ഫണ്ട് അക്കൗണ്ട്, ബട്ട് ഇത് രജിസ്റ്റർഡ് ഔട്ട്സൈഡ് ആണ്. അതുകൊണ്ട് കുറച്ചുകൂടി ഒരു ട്രസ്റ്റ് ഫാക്ടറും ഇതിനകത്ത് ഉണ്ടാവുന്നത് കരുതിയിട്ടാണ് ഈ ഫണ്ട് അക്കൗണ്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം നമുക്ക് ഇതിന് എന്തൊക്കെയാണ് ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എന്തൊക്കെ ടൈപ്പ് അക്കൗണ്ട്സിൽ അത് ലഭിക്കും, ഏത് ഫണ്ട് അക്കൗണ്ടാണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്, എത്ര എമൗണ്ടിന്റെ ഫണ്ട് അക്കൗണ്ടാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം നമുക്ക് നോക്കാം. ഇതിന്റെ ഡാഷ്ബോർഡാണ്. ആക്ച്വലി ഇവർക്ക് 3 ടൈപ്പ് അക്കൗണ്ടുള്ള ഒന്ന് ഇൻസ്റ്റന്റ് അക്കൗണ്ട് ഉണ്ട്, അതേപോലെ 1 സ്റ്റെപ്പ് ഉണ്ട്, 2 സ്റ്റെപ്പ് ഉണ്ട്. ഇൻസ്റ്റന്റ് ഫണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 5,000 to 1 lakh വരെയുള്ള അക്കൗണ്ട് ലെവൽസ് നമുക്ക് കിട്ടും. 5,000, 10,000, 25, 50, 1 lakh. 5,000 അക്കൗണ്ട് ആണെങ്കിൽ $69 വരും. 1 lakhന്റെ അക്കൗണ്ട് ആണെങ്കിൽ $699 വരും. സെയിം വേര് 1 സ്റ്റെപ്പ് ആണെന്നുണ്ടെങ്കിൽ 5,000 ആണെങ്കിൽ 59, 1 lakh ആണെങ്കിൽ 555. 2 സ്റ്റെപ്പ് ആണെന്നുണ്ടെങ്കിൽ 5,000 ആണെങ്കിൽ 36, 1 lakhനാണെന്നുണ്ടെങ്കിൽ 529. ഇങ്ങനെ ഓരോ ഇൻസ്റ്റന്റ് ഫണ്ടിങ് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. 1 സ്റ്റെപ്പ് അതിനേക്കാളും കുറച്ചും കൂടെയും ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും. ഏറ്റവും ചീപ്പായിട്ടുള്ള അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പ് തന്നെയായിരിക്കും, ഏറ്റവും പ്രൈസ് കുറയും. പക്ഷെ ഇതിനകത്തെല്ലാം കണ്ടീഷൻസും വ്യത്യാസം വരും. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കണം. നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലിന് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ള അക്കൗണ്ട് മാത്രമേ നമ്മൾ നോക്കി എടുക്കാനായിട്ട് പാടുള്ളൂ. അതിനി ട്രേഡ് റൂമിന്റെ ആണെങ്കിലും കൊള്ളാം, വേറെ ഏത് ഫണ്ട് ഫേമിന്റെ ആണെങ്കിലും കൊള്ളാം, നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലിന് പറ്റിയ കണ്ടീഷൻസ് ആണോ അതിനകത്ത് നോക്കിയിട്ട് വേണം നമ്മളുടെ ഫണ്ട് അക്കൗണ്ട് ചൂസ് ചെയ്യാനായിട്ട്. ഇതിനകത്ത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് അക്കൗണ്ടിനകത്താണെങ്കിൽ മാക്സിമം ഡെയിലി ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ 3%, ടോട്ടൽ ടോട്ടൽ ലോസ്, അതായത് ടോട്ടൽ നമുക്കൊരു അതിനകത്ത് ബെയർ ചെയ്യുന്ന ടോട്ടൽ ലോസ് 6%. മിനിമം ട്രേഡിംഗ് ഡേയ്സ് 7 ഡേയ്സ്. അതായത് ഫസ്റ്റ് നമ്മുടെ പേ ഔട്ട് നമ്മൾ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 കലണ്ടർ ഡേയ്സ് നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ഒരു കൺസിസ്റ്റൻസി റൂൾ, 15% കൺസിസ്റ്റൻസി. അതായത് നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുന്ന പ്രോഫിറ്റിന്റെ ടോട്ടൽ പ്രോഫിറ്റിന്റെ ഡെയിലി പ്രോഫിറ്റ്, അതായത് നമ്മൾ ഇപ്പൊ 7 ദിവസത്തിനകത്ത് 7 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും 15% മുകളിൽ നമ്മുടെ പ്രോഫിറ്റ് പോകരുത്. അതായത് ഏതെങ്കിലും ദിവസം നമ്മൾ കൂടുതൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറോൾ പ്രോഫിറ്റ് കൂട്ടിയിട്ട് നമ്മുടെ മാക്സിമം ഒരു ദിവസത്തെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 15% നമ്മൾ നിർത്തണം. പിന്നെ ഇതിനകത്ത് മാക്സിമം ലിവറേജ് എന്ന് പറയുന്നത് 1:100 ആണ്. നമുക്ക് നോക്കാം. ഇതിനകത്ത് ലിവറേജ് പലതാണ് കൊടുത്തേക്കുന്നത്. 80% സ്പ്ലിറ്റ് ഉണ്ട്, പ്രോഫിറ്റ് സ്പ്ലിറ്റ്. അതായത് നമ്മളിപ്പം 10,000 rupees നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 2,000 rupees കമ്പനി വിൽ റീറ്റെയിൻ ആൻഡ് 8,000 rupees നമുക്ക് അവർ ഷെയർ ചെയ്യും. ഇതാണ്. ഇനി 1 സ്റ്റെപ്പിലാണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് 10% നമ്മൾ പ്രോഫിറ്റ് മീറ്റ് ചെയ്യണം. 3% ഡെയിലി ഡ്രോ ഡൗൺ, 6%. അതായത് ഡെയിലി ഡ്രോ ഡൗണും ഓവറോൾ ലോസും സെയിം ആണ്. ഇൻസ്റ്റന്റ് അക്കൗണ്ടിലും 1 സ്റ്റെപ്പിനകത്ത് സെയിം ആണ്. പിന്നെ ഇവിടെ മറ്റൊരു 7 ട്രേഡിംഗ് ഡേയ്സ് ആയിരുന്നു, ഇവിടെ 3 ട്രേഡിംഗ് ഡേയ്സേ ഉള്ളൂ. ഇവിടെയും 80-20 സ്പ്ലിറ്റ് തന്നെയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇവിടെ 59 rupees ഉള്ളൂ. മറ്റതിനകത്തായിരുന്നെങ്കിൽ അത് $10 ഡിഫറൻസേ ഉള്ളൂ. വലിയ വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്, അവിടെ 1 സ്റ്റെപ്പിനകത്ത് കൺസിസ്റ്റൻസി റൂൾ ഇല്ല. അപ്പോൾ അത് നമ്മുടെ ട്രേഡിംഗ് ഡിസിപ്ലിൻ അനുസരിച്ചിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട്.
ഇനി 2 സ്റ്റെപ്പിനകത്താണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് 8% ടാർഗറ്റ്, മറ്റേത് ഇവിടെ മറ്റേത് 3% ആയിരുന്നു, ഇവിടെ 5% കിട്ടുന്നുണ്ട്. 6% ഉള്ളിടത്ത് മാക്സിമം ഡ്രോ ഡൗൺ ലോസ് എന്ന് പറയുന്നത് 10% പറ്റും. പക്ഷെ ഇവിടെ മിനിമം ട്രേഡിംഗ് കേസ് മറ്റേത് 1 സ്റ്റെപ്പിൽ 3 days ആയിരുന്നു, ഇവിടെ 5 days ആണ്. ഇൻസ്റ്റന്റ് ഫണ്ടിങ് 7 days ആയിരുന്നു. 80-20 സ്പ്ലിറ്റ് ആണ്. ഇവിടെ മാക്സിമം ലിവറേജ് കൊടുത്തേക്കുന്നത് 100 തന്നെയാണ്, 1:100 എന്നാണ് കൊടുത്തേക്കുന്നത്. നമുക്കിതിന്റെ ബാക്കിയുള്ള കണ്ടീഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. ഇത് റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രേഡിംഗ് റൂൾസ്, ഇൻസ്റ്റന്റ് അക്കൗണ്ട് ട്രേഡിംഗ് റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ട്രേഡിംഗ് ഡേയ്സ് 7. അതായത് നമുക്ക് ഇന്ന് നമ്മൾ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് നമുക്ക് അക്കൗണ്ട് കിട്ടും. 7 days നമ്മൾ ട്രേഡ് ചെയ്യണം. മുമ്പേ നമ്മൾ പറഞ്ഞു 3%, 6%. ദെൻ ലിവറേജ് ലിവറേജ് ഡിഫറൻസ് ഉണ്ട്. ഫോറക്സിൽ 30, കമ്പോട്ടിൽ 10 times, ക്രിപ്റ്റോയിൽ ലിവറേജ് ഇല്ല. ഇതാണ് ലിവറേജിനകത്തുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി നമ്മൾ നോക്കിയതൊക്കെ തന്നെ അവിടെ എഴുതിയേക്കുന്നത്. ഇതിന് ജനറൽ റൂൾസ് എന്ന് പറഞ്ഞാൽ ന്യൂസ് ട്രേഡിംഗ് ആക്ച്വലി അലൗഡ് ആണ്. അത് മിനിമം നമ്മൾ 5 hours മുമ്പ് എങ്കിലും നമ്മൾ എടുത്ത ട്രേഡ് ആണെങ്കിൽ മാത്രമേ അതായത് ഹൈ ഇമ്പാക്ട് ന്യൂസിന്റെ സമയത്ത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഇമ്പാക്ട് ന്യൂസിന് 3 minutes മുമ്പ് നമ്മുടെ പൊസിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഹൈ ഇമ്പാക്ട് ന്യൂസ് കഴിഞ്ഞ് 3 minutes കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ റെഡ് ഫോൾഡർ ഓൺ ഫോറക്സ് ഫാക്ടറി, ഇവർ ഫോറക്സ് ഫാക്ടറി ആണ് റെഫർ ചെയ്യുന്നത്. ഫോറക്സ് ഫാക്ടറിയുടെ വെബ്സൈറ്റ് നോക്കിയിട്ട് റെഡ് ഫോൾഡർ ന്യൂസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. പിന്നെ ഹെഡ്ജിങ് സെയിം അക്കൗണ്ടിൽ അലൗഡ് അല്ല, മൾട്ടിപ്പിൾ അക്കൗണ്ട്സിൽ അലൗഡ് അല്ല. മറ്റു പ്രോഫേംസിലാണെങ്കിലും ഹെഡ്ജിങ് അലൗഡ് അല്ല. അതായത് നമ്മൾ ഒരേ സമയം ഒരു ബൈയും സെല്ലും പൊസിഷൻ ഡിഫറെന്റ് അക്കൗണ്ടിലാണെങ്കിൽ പോലും അലൗഡ് അല്ല, അത് ചെയ്യാൻ പാടില്ല. പിന്നെ എക്സ്പെർട്ട് അഡ്വൈസ് എടുക്കാം. പിന്നെ വീക്കെൻഡ് ഓവർനൈറ്റ് ഹോൾഡിംഗ് അലൗഡ് ആണ്. ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് അലൗഡ് അല്ല. അതായത് HFT ട്രേഡിംഗ്, അത് നമുക്ക് നോർമലി ചെയ്യാൻ പറ്റത്തില്ല. അത് ഭയങ്കര സെർവറൊക്കെ വെച്ചൊക്കെ ഹൈ ഫ്രീക്വൻസി ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പോസിബിൾ അല്ല. നമുക്ക് ഇതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യം നോക്കാം. കോപ്പി ട്രേഡിംഗ്, അതായത് തേർഡ് പാർട്ടി കോപ്പി ട്രേഡിംഗ് സർവീസ് അലൗഡ് അല്ല. അങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേറെ ആളെ കൂടെ നമ്മുടെ അക്കൗണ്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ കോപ്പി ട്രേഡ് നമുക്ക് ചെയ്യാം. അക്കൗണ്ട് വേറെ ആൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സമയത്ത് നമ്മൾ തന്നെ ചെയ്യണം. അപ്പൊ IP റൂൾസ് ഒക്കെ വയലേറ്റ് ചെയ്യാതെ നമ്മൾ നോക്കിക്കോണം. അതായത് നമ്മളിപ്പം കൊച്ചിയിലാണ് നമ്മളുടെ അക്കൗണ്ട് എടുത്തേക്കുന്നത്, നമ്മൾ ട്രിവാൻഡ്രത്ത് പോയി ട്രേഡ് ചെയ്യുന്ന IP വയലേഷൻ വരും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അത് അവർ വളരെ സീരിയസ് ആയിട്ട് എടുക്കും ഈ പ്രോഫേംസ്. പിന്നെ എല്ലാം മൺഡേ മാത്രമായിരിക്കണം നമ്മൾ പേയ്മെന്റ് റിക്വസ്റ്റുകൾ കൊടുക്കേണ്ടത്. മൺഡേ മാത്രമേ പേയ്മെന്റ് റിക്വസ്റ്റ് അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും 2 AM UTCയിലായിരിക്കും അവര് അക്കൗണ്ട്, അതായത് ബാലൻസ് നോക്കുന്നത്, ഡെയിലി ബാലൻസ് ക്ലോസ് ചെയ്യുന്നത്. ആ സമയത്തുള്ള പ്രോഫിറ്റ് ആയിരിക്കും. കൺസിഡറബിൾ 15% വേണം. അപ്പൊ ലോസ് എല്ലാം ഡെയിലി ലോസ് 3% എന്ന് പറയുന്നത്, അതിനാണ് ഇത് കാണിച്ചത്. ഡെയിലി ലോസ് 3% എന്ന് പറയുന്നത് നമ്മളിപ്പം, അതായത് 10,000 റുപ്പീസാണ് നമ്മുടെ ഇനീഷ്യൽ ബാലൻസ്. നമ്മൾ 10,500 റുപ്പീസ് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 10,500 റുപ്പീസിന്റെ 3% ആയിരിക്കും നമ്മുടെ ഡെയിലി ലോസ് എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ മാക്സിമം ലോസ് എന്ന് പറയുന്നത് ഫ്ലോർ ലോസ്, അതായത് ഈ ടോട്ടൽ നമ്മുടെ ഇപ്പം $10,000 അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 6% ആയിരിക്കും മാക്സിമം ഡ്രോ ഡൗൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതായത് $600 ആയിരിക്കും മാക്സിമം. അതായത് 9,400 എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബ്രീച്ച് ആവും. ഇതാണ് പറയുന്നത്. ഇത് 7 ആക്റ്റീവ് ട്രേഡിംഗ് ഡേയ്സ് വേണമെന്നുള്ള എഴുതിയേക്കുന്നത്. നമ്മൾ 1 സ്റ്റെപ്പ് അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ കാണുന്ന വ്യത്യാസം ഇവിടെയും സെയിം ആണ്. അതായത് 1 സ്റ്റെപ്പിനകത്തും ഇൻസ്റ്റന്റ് ഫണ്ടിനകത്തും ലിവറേജ് സെയിം ആണ്. ഡെയിലി ലോസും മാക്സ് ലോസ് ഒക്കെ സെയിം തന്നെയാണ്. ഫസ്റ്റ് ഇയർ 10% ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യണം, എന്നാലും നമുക്ക് അക്കൗണ്ട് ക്വാളിഫൈ ആവുള്ളൂ. പിന്നെ 7 ഡേയ്സിന് പകരം 3 days മതി. പക്ഷെ ഫണ്ടഡ് സ്റ്റേജിൽ
നമുക്ക് ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടിയാലും ആ പ്രോഫിറ്റ് നെക്സ്റ്റ് മൺഡേ നമുക്ക് ക്ലെയിം ചെയ്യാം. കൺസിസ്റ്റൻസി റൂളില്ല. അത് ഭയങ്കര നല്ലൊരു കാര്യമാണ് ഇതിനകത്ത്. ലിവറേജ് ആക്ച്വലി കുറച്ച് കുറവാണ്. കാരണം ലിവറേജ് കമ്മോഡിറ്റിയിലൊക്കെ 1:10 ഉള്ളൂ. ഇവിടെ ന്യൂസ് ട്രേഡിംഗ് സെയിം തന്നെയാണ്. ഹെഡ്ജിങ് കണ്ടീഷൻസ് ഒക്കെ സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഹിറ്റിംഗ് 10% പ്രോഫിറ്റ് ടാർഗറ്റ്. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ വൺ സ്റ്റെപ്പിനകത്ത് ഇവാലുവേഷൻ ഫേസിൽ നമുക്ക് 10,000 റുപ്പീസ് നമ്മുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ എങ്കിൽ 10% പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാവണം. അതായത് 11,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് വേണം. അതായത് നമുക്ക് ഇവാലുവേഷൻ ഫേസിൽ അക്കൗണ്ട് ക്വാളിഫൈ ആയിട്ട് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് എടുക്കാം. മിനിമം ട്രേഡിംഗ് ഡേയ്സ് 3 ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ബാക്കി മാക്സിമം ലോസ് 3 days ആണ് ഇവാലുവേഷൻ 3 days മിനിമം നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടാവണം. ഈ 2 സ്റ്റെപ്പ് ഇവാലുവേഷൻ അക്കൗണ്ടിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസിൽ നമുക്ക് 8% പ്രോഫിറ്റ് വേണം. ഇവിടെ 5, മറ്റേടെ 3 days ആയിരുന്നു, ഇവിടെ 5 days നമ്മൾ ട്രേഡ് ചെയ്യും. ലിവറേജ് ഡിഫറൻസ് ഉണ്ട്. ഫോറക്സിന് ആക്ച്വലി 100 times കിട്ടും. കമ്മോഡിറ്റിയിൽ 30 times, വിച്ച് ഇസ് ഓക്കെ. കമ്മോഡിറ്റി 30 times, ഗോൾഡൊക്കെ നമുക്ക് 30 times കിട്ടും. ക്രിപ്റ്റോയിലാണെങ്കിൽ 1:2 കിട്ടും. പിന്നെ ടോട്ടൽ മാക്സിമം ലോസ് നമുക്ക് 10% പറ്റും. ഡെയിലി ലോസ് 3%. ഇവിടെ ഡെയിലി ലോസ് 3% എന്ന് പറഞ്ഞാലും ഒരു സിംഗിൾ ഇൻസ്ട്രുമെന്റിനകത്ത് 5% എന്ന് പറയാൻ സിംഗിൾ ഇൻസ്ട്രുമെന്റ് 3% സമ്മതിക്കുള്ളൂ. ഫണ്ടഡ് സ്റ്റേജിലുണ്ട് മാക്സ് ലോസ് പെർ ട്രേഡ്. ഒരു ട്രേഡിനകത്ത് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റിനകത്ത് മാക്സിമം ഒരു ദിവസം 3% സമ്മതിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ പ്രോഫിറ്റ് ടാർഗറ്റ് ഫസ്റ്റ് ഫേസിൽ 8%, സെക്കൻഡ് സ്റ്റേജിൽ 5%. അത് കഴിഞ്ഞാൽ ഒരു ദിവസം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാം. പിന്നെ മാക്സ് ലോസ് 5, 10. അത് ഫണ്ടഡ് ഫേസിലും സെയിം തന്നെയാണ്. റിസ്ക് പെർ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടഡ് ഫേസിൽ മാത്രമേ ഉള്ളൂ 3% മാക്സിമം. അല്ലാത്തടത്ത് ആക്ച്വലി ആ കണ്ടീഷൻ ഇല്ല. ഇവാലുവേഷൻ ഫേസിൽ ആ കണ്ടീഷൻ ഇല്ല. മിനിമം ട്രേഡ് ഡേയ്സ് 5 എന്നുള്ള ഇവാലുവേഷൻ ഫേസിലേ ഉള്ളൂ. ഫണ്ടഡ് ഫേസിൽ മിനിമം ട്രേഡ് ഡേയ്സ് കണ്ടീഷൻ ആപ്ലിക്കബിൾ അല്ല. എത്ര ദിവസം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാം. അതായത് മിനിമം ക്ലെയിം ചെയ്യാൻ $100 നമുക്ക് പ്രോഫിറ്റ് വേണം. ലിവറേജ് നമ്മൾ നോക്കിയതാണ്. ന്യൂസ് ട്രേഡിങ്, ഹെഡ്ജിങ്, അതെല്ലാം നമ്മൾ നോക്കിയത്. ഇവിടെ ആക്ച്വലി 8% പ്രോഫിറ്റ്. ഫസ്റ്റ് സ്റ്റേജ് 1 നമുക്ക് 10,000 ആണെങ്കിൽ 10,800 നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കണം. മിനിമം 5 days നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടാവണം. സ്റ്റേജ് 2 5% നമ്മൾ ട്രേഡ് ചെയ്ത് 5% നമ്മൾ ഉണ്ടാക്കണം. ദാറ്റ് മീൻസ് 10,000 5% എന്ന് പറയുമ്പോൾ 500 റുപ്പീസ്. അതിന് 5 days നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടാവണം. മാക്സിമം ഡെയിലി ലോസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേ 1 ആക്ച്വലി നമ്മൾ 400 റുപ്പീസ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ 10,400ന്റെ 5% ആയിരിക്കും നമ്മുടെ ഡെയിലി ലോസ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. അതായത് 9,880 വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബ്ലോ ആവും. അത് സെയിം തന്നെയാണ്. മറ്റേത് ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് 10,000ന്റെ 10% ആണ്. അതായത് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഡെയിലി ലോസ് ലിമിറ്റ് അകത്ത് നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ അക്കൗണ്ട് 9,000 എത്തിയിട്ടില്ല എന്നിട്ട് നമ്മുടെ അക്കൗണ്ട് അപ്പോഴും സ്റ്റിൽ ലൈവ് തന്നെയായിരിക്കും. അതായത് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ ആ പ്രോഫിറ്റ് കുറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ അക്കൗണ്ട് ബ്ലോ ആവുള്ളൂ. ബാക്കിയുള്ള കണ്ടീഷൻസ് എല്ലാ അക്കൗണ്ടിലും സെയിം തന്നെയാണ്. നമുക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അക്കൗണ്ട് ക്രിയേഷൻ, ഫണ്ടഡ്, വാല്യുവേഷൻ. ഇത് മറ്റടുത്ത് എഴുതിയേക്കുന്ന സെയിം തന്നെ ഇവിടെ എഴുതിയിട്ടുള്ളത്. റൂൾസിനകത്ത് മിനിമം ട്രേഡ് ഡേയ്സ് നമ്മളവിടെ പറഞ്ഞ തന്നെയാണ്. അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിൽ 7 calendar days വേണം. 1 സ്റ്റെപ്പിനകത്ത് 3 വേണം. ഇവാലുവേഷൻ മാത്രമേ ഉള്ളൂ. 2 സ്റ്റെപ്പിനകത്താണെങ്കിൽ 5 days വേണം.
ലിവറേജ് ലിമിറ്റ്സ് നമ്മൾ പറഞ്ഞതാണ്. അലൗഡ് ട്രേഡിംഗ് പ്രാക്ടീസസ് നമ്മൾ പറഞ്ഞു, പ്രോഹിബിറ്റഡ് ട്രേഡിംഗ് പ്രാക്ടീസസ്. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തെന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ്, HFT ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ട്രേഡേഴ്സാണ്, നമ്മൾ സെർവറൊന്നുമില്ല. അപ്പോൾ ഇവരുടെ ഡെഫിനിഷൻ എന്താണ് HFT ട്രേഡ്, ഇവരെന്താ കണക്കാന്ന് വെച്ചാൽ 3 ട്രേഡ്, അതായത് മോർ ദാൻ 3 ട്രേഡ്സ് 3 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ സെയിം ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് ഹൈ ഫ്രീക്വൻസി ട്രേഡായിട്ട് കണക്കാക്കും. ദാറ്റ് മീൻസ് 3 ട്രേഡ് വരെ നമുക്ക് സെയിം ഡയറക്ഷനിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അത് വിത്തിൻ 3 മിനിറ്റ്സ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അത് ആക്ച്വലി നമുക്ക് പ്രശ്നമല്ല. പക്ഷെ ഓവറോൾ ലോസ് കണക്കാക്കുമ്പോൾ 3% ലോസ് എന്ന് പറയുന്നത് ആ എൻറ്റയർ ഡേയിൽ ഓപ്പൺ ആയിട്ടുള്ള സെയിം ഡയറക്ഷനിലുള്ള സെയിം സെയിം ഇൻഡൈസസ്. ഗോൾഡിൽ നമുക്ക് മാക്സിമം 3% ലോസേ വരുത്താനായിട്ട് പറ്റുള്ളൂ. ന്യൂസ് ട്രേഡിങ് അലൗഡ് അല്ല. ന്യൂസ് ട്രേഡിങ് 3 മിനിറ്റ്സ് മുമ്പ്, അത് ഹൈ ഇമ്പാക്ട് ന്യൂസ് 3 മിനിറ്റ്സ് മുമ്പ് നമ്മൾ പൊസിഷൻ ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്തിട്ടാവണം. പിന്നെ നമ്മൾ ഇതിനകത്തെല്ലാം SL ഇട്ടിട്ടുണ്ടാവും. നിർബന്ധമായിട്ട് SLും ടാർഗറ്റ് നമ്മൾ വച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇവരെ പിന്നെ വിഡ്രോവൽ തരുന്നത് പിന്നെ ഇത്തിരിയം ERC20 അല്ലെങ്കിൽ TRC20 BEP20 ആയിരിക്കും, USDT വിഡ്രോവൽസ് തരിക. നമുക്ക് പക്ഷെ അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യൻ കറൻസിയിൽ വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇന്ത്യൻ കറൻസിയിൽ പേ ഔട്ട് തരും എന്നൊക്കെ, തരാൻ സാധ്യതയുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് വലിയ ഒരു വിശ്വാസം പോരാ. കാരണം ഇന്ത്യൻ കറൻസിയിൽ തരാനൊക്കെ പ്രയാസമായിരിക്കും. നടക്കുകയാണെങ്കിൽ നമുക്ക് ആൾക്കാർക്ക് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കൊരു അക്കൗണ്ട് വാങ്ങിക്കാം. ഞാനപ്പോൾ ആക്ച്വലി 3 ഇൻസ്റ്റന്റും 1 സ്റ്റെപ്പും 2 സ്റ്റെപ്പും കമ്പയർ ചെയ്തു. അതിനകത്ത് ഇവിടെ 2 സ്ഥലത്ത് വാങ്ങിക്കാം. ഇപ്പം എനിക്ക് ഇവിടെ ആക്റ്റീവായിട്ടുള്ള ഫണ്ട് ട്രേഡിംഗ് അക്കൗണ്ട്സ് ഒന്നും ഇല്ല. ഇവിടെ ന്യൂ വാല്യുവേഷൻ ക്ലിക്ക് ചെയ്താലും കിട്ടും. ഇവിടെ സ്റ്റാർട്ട് യുവർ ഫസ്റ്റ് വാല്യുവേഷൻ, എൻ്റെ ഫസ്റ്റ് വാല്യുവേഷനായിട്ട് നമ്മൾ ഫസ്റ്റ് വാല്യുവേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്ത് ഞാൻ ആക്ച്വലി സെലക്ട് ചെയ്യുന്നത് 2 സ്റ്റെപ്പ് ഇവാലുവേഷനാണ്. 2 സ്റ്റെപ്പ് ഇവാലുവേഷൻ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേതിനകത്ത് ആക്ച്വലി 3% ഉണ്ടായിരുന്നുള്ളൂ ഡെയിലി ഡ്രോ ഡൗൺ. ഇതിനകത്ത് 5% ഡെയിലി ഡ്രോ ഡൗൺ ഉണ്ട്. മറ്റേത് 6% ടോട്ടൽ ലോസ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് 10% ഉണ്ട്. പിന്നെ 1 സ്റ്റെപ്പിനകത്ത് ഉള്ള പിന്നെ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിനകത്ത് ട്രേഡിംഗ് ഡ്രോ ഡൗൺ ഉണ്ട്. അപ്പോൾ എനിക്ക് ട്രേഡിംഗ് ഡ്രോ ഡൗൺ എനിക്ക് അത്ര ഒരു കൺവിൻസിങ് അല്ലാത്തൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട്, കാരണം നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം, ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് എന്തായാലും ഇൻസ്റ്റന്റ് ഫണ്ടിങ് ഇതിൻ്റെ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. പിന്നെ നമ്മുടെ ഒരു ചോയ്സാണ് 1 സ്റ്റെപ്പും 2 സ്റ്റെപ്പുമാണ്. ഈ 1 സ്റ്റെപ്പും 2 സ്റ്റെപ്പും എന്നുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞത്, ഒന്നിനകത്ത് 3%, മറ്റത് 5% ആണ് ഡെയിലി ലോസ്. ഒന്നിനകത്ത് 6%, ഒന്നിനകത്ത് 10% ആണ് ഓവറോൾ ലോസ് ലിമിറ്റ് തന്നിരിക്കുന്നത്. പിന്നെ 1 സ്റ്റെപ്പിനകത്ത് വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറേജ് കുറവായിരുന്നു. 2 സ്റ്റെപ്പിനകത്ത് നമുക്ക് ലിവറേജ് കൂടുതൽ കിട്ടുന്നുണ്ട്. 1 സ്റ്റെപ്പിനകത്ത് ഫേസ് 1-നകത്ത് നമ്മൾ 10% നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് ആയിരുന്നു. ഇതിനകത്ത് എത്ര ഉള്ളത്? ഫസ്റ്റ് ഫേസിൽ 8%, സെക്കൻഡ് ഫേസിൽ നമുക്ക് 5% ഉള്ളു. ദാറ്റ് മീൻസ് അവിടെ നമ്മൾ 10% ആണ്, ഇവിടെ ടോട്ടൽ നമുക്ക് 13% ഓവറോൾ പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കണം. ദാറ്റ് മീൻസ് നമ്മൾ 1 ലാഖിന്റെ അക്കൗണ്ട് എടുക്കുന്നെങ്കിൽ $3,000 എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാക്കണം. പക്ഷെ ആ $3,000 എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. കാരണം പിന്നീടുള്ള നമ്മുടെ ട്രേഡിങ് അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ആക്ച്വലി 2 സ്റ്റെപ്പ് അക്കൗണ്ട് തന്നെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. 2 സ്റ്റെപ്പിനകത്ത് നമുക്ക് 1 മില്യൻ്റെ ഒരു അക്കൗണ്ട് നമുക്ക് എടുക്കാം. ഇതാണ് പേ വിത്ത് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഓപ്ഷൻ. നമ്മുടെ മെയിൽ ID കൊടുക്കുക, നെയിം കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പേ വിത്ത് ക്രിപ്റ്റോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അടുത്ത ഓപ്ഷൻ INR ആണ്.
ഇവിടെ നമ്മൾ 2 സ്റ്റെപ്പ് അക്കൗണ്ട് 1 മില്യൺ എടുത്തേക്കുന്നത്. അതിന് വന്ന് ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ $5 to $9, അതായത് ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞാൽ 39 റുപ്പീസ് ഇന്ത്യൻ റുപ്പിയിൽ വന്നേക്കുന്നത്. നമ്മളത് പേ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ പേയ്മെൻറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഐ ആം ഹ്യൂമൻ. നമ്മുടെ പേയ്മെൻറ്റ് പ്രോസസ് ആയിട്ടുണ്ട്. പ്രോസസ്സിംഗ് യുവർ പേയ്മെൻറ്റ് സക്സസ്ഫുൾ. നമ്മുടെ ട്രേഡിംഗ് ടെർമിനലും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു ചെറിയ ട്രേഡ് ആദ്യം ഈ ടെർമിനലൊന്ന് എന്താണെന്നുള്ളത് നോക്കണം. നോക്കിയതിന് ശേഷം നമുക്കൊരു ചെറിയ ട്രേഡ് നമുക്ക് എടുത്തു നോക്കാം. നമ്മൾ ഗോൾഡിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഡൗൺ സൈഡാണ് ആക്ച്വലി. ട്രേഡ് എടുക്കാൻ പറ്റിയ സമയമല്ല. മാർക്കറ്റ് ആക്ച്വലി ഫ്ലാറ്റ് ടു നെഗറ്റീവ് ആണ് മാർക്കറ്റ്. ഒരു ഭയങ്കര നെഗറ്റീവ് ഒന്നുമല്ല, ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് മാർക്കറ്റാണ്. ഇതിൻ്റെ എക്സിക്യൂഷനൊക്കെ എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയുണ്ട് മാർക്കറ്റ്. ഈ ഒരു ചാർട്ടോടെ നമുക്കൊരു പരിചയം വരണമല്ലോ. അപ്പോൾ ഒരു പരിചയം വരാണ്ട് നമുക്കൊരു ചെറിയ ട്രേഡ് എടുത്തതേ ഉള്ളൂ. 5 minutes നോക്കിക്കഴിഞ്ഞാൽ ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാനുള്ളൊരു പോസിബിലിറ്റി. പക്ഷേ ഫ്ലാറ്റ് ടു നെഗറ്റീവാണ്. പെട്ടെന്ന് നമുക്ക് ടാർഗറ്റും ഒന്നും കിട്ടുമൊന്നുമില്ല. നമുക്ക് ടാർഗറ്റ് ആക്ച്വലി ഇവിടെ വയ്ക്കാം. we can place here. അപ്പോൾ നമുക്കൊരു 1:1 ട്രേഡ് നമുക്ക് കിട്ടും. എക്സിക്യൂഷനൊക്കെ ഫാസ്റ്റാണ്. ചെറിയ സ്പ്രെഡ് ഉണ്ട്. കാരണം ആ സ്പ്രെഡിൻ്റെയാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ $50 ഇല്ല എങ്കിലും ചെറിയൊരു സ്പ്രെഡ് ഉണ്ട്. വലിയ സ്പ്രെഡ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ ട്രേഡ് ചെയ്താലാണ് നമുക്കതിനകത്ത് എന്താ പറയുക, ഒരു പ്ലാറ്റ്ഫോം സീംലെസ് ആണ്. ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴത്ത് കൊടുക്കാം. നമുക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് പോവാം. നമ്മുടെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നമുക്ക് കണക്ട് ചെയ്താൽ മതി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.